ഹായ് വെൽക്കം. കേരള PC സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചൊന്ന് പഠിച്ചാലോ? ഭരണഘടനയുടെ മഹത്തായ സവിശേഷതകളുടെ സാരാംശമാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും പ്രതിപാദിക്കുന്നതാണ് ആമുഖത്തിലുള്ളത്. ഇന്ത്യൻ പരമാവധികാരം ജനങ്ങൾക്കാണെന്ന് പ്രസ്താവിക്കുന്നത് ആമുഖത്തിലാണ്. രാജ്യം നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം പ്രധാനമായി ചെയ്യുന്നത്. ഭരണഘടനയുടെ താക്കോൽ, ഭരണഘടനയുടെ ആത്മാവ്, തിരിച്ചറിയൽ കാർഡ് എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആമുഖത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭകളുടെ മനസ്സിലേക്കുള്ള താക്കോലാണ് കണക്കാക്കപ്പെടുന്നതാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം എന്നറിയപ്പെടുന്നതും ആമുഖമാണ്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടമെടുത്തത്? USA ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെതും ആമുഖത്തിൻ്റെ ശില്പിയും ചോദിക്കാറുണ്ട്. ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനും മറന്നു പോകരുത് ആരും. ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വർഷം 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയത്. വർഷം 1947 ജനുവരി 22. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിൻ്റെ ജനങ്ങളായ നാം എന്നാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കാമെന്ന നിർദ്ദേശം HV കാമത്താണ് പറഞ്ഞത്. ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേയൊരു തീയതിയാണ് 1947 നവംബർ 26. നമ്മൾ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരന്മാർക്ക് രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ലക്ഷ്യങ്ങൾ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യമാണ്. ആമുഖത്തിൻ്റെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് BR അംബേദ്കർ ആണ്. ആമുഖത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കേണ്ട വ്യവസ്ഥകളാണ് മൗലിക അവകാശങ്ങൾ, നിർദ്ദേശിത തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ആണ്. ഇതൊന്ന് എല്ലാവരും ഒന്ന് പഠിച്ചോളണേ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സബ് ചെയ്യാനും മറക്കല്ലേ.